അധികാരത്തിന് കേഴുകയല്ല, അവകാശത്തിന് പൊരുതുകയാണ്. അവകാശത്തിന് പൊരുതും ഞങ്ങൾ. അവകാശത്തിന് പൊരുതുമ്പോൾ കണ്ടില്ലെന്നു നടിച്ചെന്നാൽ സമരത്തിന്റെ ഗതി മാറും. അരുതു പറയുന്നറിയാമോ? മണ്ണിൽ കനകം വിളയിച്ച വിലങ്ങാടിൻ്റെ ഹൃദയവിലാപം സഹനത്തിൻ്റെ സീമകൾ ഭേദിച്ച് ശക്തമായ പ്രതിഷേധമാകുന്നു. 4 മാസമായിട്ടും വാഗ്ദാനങ്ങൾ കടലാസിൽ മാത്രമായി ഒതുങ്ങുന്ന ദുരവസ്ഥയ്ക്കെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധമുയരുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പ് വയനാടിനൊപ്പം വിലങ്ങാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരകളായവർക്ക് ദുരിതം ഒഴിയുന്നില്ല. ദുരന്തം നടന്ന് 4 മാസം പിന്നിടുമ്പോഴും ലഭിച്ചത് വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. ഒടുവിൽ സ്ഥിരമുറിഞ്ഞ നീതിക്ക് മുമ്പിൽ വിലാപങ്ങൾ മാറ്റിവെച്ച് വിലങ്ങാട് ജനത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. സർക്കാരിൻ്റെ അവഗണനയിലും വാഗ്ദാന ലംഘനത്തിലും പ്രതിഷേധിച്ച അവർ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനായി വില്ലേജ് ഓഫീസ് ഉപരോധവും വിലങ്ങാട് ടൗണിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമത്തിൽ സ്ത്രീകളടക്കമുള്ളവർ അണിനിരന്നപ്പോൾ ഇവർക്കുള്ള ഐക്യദാർഢ്യവുമായി നിരവധി ആളുകളാണ് രംഗത്തെത്തിയത്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി കടകളടച്ച് വ്യാപാരികളും സഹകരിച്ചു. ദുരന്തത്തിൽ തകർന്ന് തരിപ്പണമായ കുടിയേറ്റ ജനതയ്ക്ക് സർക്കാർ താങ്ങും തണലുമാവണമെന്നാണ് ദുരിതബാധിതരുടെ പ്രധാന ആവശ്യം. വയനാടിന് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും വിലങ്ങാടിനും ലഭിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വിലങ്ങാടിന് മറന്നുവെന്ന് ഈ ജനത കുറ്റപ്പെടുത്തുന്നു. അടിയന്തര ധനസഹായമായി 10,000 രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെയും വീട് താമസയോഗ്യമല്ലാതായി മാറിയവരെയും വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിരുന്നു. പകരം സംവിധാനമാവുന്നതുവരെ വാടക സർക്കാർ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 1 മാസത്തെ വാടകയായ 6,000 രൂപ മാത്രമാണ് ഓരോ കുടുംബത്തിനും ലഭിച്ചത്. വാടക ലഭിക്കാതായതോടെ വാടക വീട് ഉപേക്ഷിച്ച കുടുംബങ്ങൾ അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകളിൽ ഭീതിയോടെ അന്തിയുറങ്ങേണ്ട സ്ഥിതിയുമായി. ഉരുൾപൊട്ടൽ മേഖലയിൽ ജനങ്ങളുടെ സ്ഥിതി ഇപ്പോഴും പരിതാപകരമായി തുടരുമ്പോഴും സർക്കാരിൻ്റെ ഇടപെടലുകൾ കാണുന്നില്ല. ഇവിടെ പുതിയ നിർമ്മാണങ്ങൾ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശം വന്നതോടെ നിർമ്മാണ മേഖലയും സ്തംഭിച്ചു. നാട്ടിലാർക്കും തൊഴിലില്ലാതായി. കൃഷിയും കൃഷിഭൂമിയും നശിച്ചതോടെ റബ്ബർ ടാപ്പിങ്ങും കാർഷിക മേഖലയിലെ തൊഴിലും ഇല്ലാതായി. ഇതോടെ ജനങ്ങൾ മുഴുപട്ടിണിയിലായി. ബാങ്കുകൾ വായ്പ പോലും കൊടുക്കാതെയുമായി. പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ ഉരുളിൽ മണ്ണടിഞ്ഞ് നശിച്ചു. പാറക്കല്ലുകളും മണ്ണും ഒഴുകിയിറങ്ങി നിരവധി കിണറുകൾ തന്നെ ഇല്ലാതായി. അവശേഷിച്ചവ വെള്ളം ഒഴുകിയിറങ്ങി മലിനമായി. ഇതോടെ ഭക്ഷണത്തിന് പുറമെ കുടിവെള്ളവും കിട്ടാക്കനിയായി. കിലോമീറ്ററുകൾ താണ്ടി തലച്ചുമടായി വെള്ളം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. പുഴകളിൽ വെള്ളം നിലനിന്നിരുന്ന കയങ്ങൾ മണ്ണും പാറക്കല്ലുകളും അടിഞ്ഞുകൂടിയതോടെ വിലങ്ങാട് പുഴ മുമ്പെങ്ങുമില്ലാത്ത വിധം വറ്റി വരണ്ടു. ഇതോടൊപ്പം അധികൃതരുടെ മനസ്സിലെ കനിവുകളും വറ്റി വരണ്ടുവെന്ന് ദുരിതത്തിനിരയായവർ പറയുന്നു. മക്കളുടെ കണ്ണുനീര് കണ്ട് മടുത്തു. സർക്കാരിൻ്റെ കനിവ് കാത്തിരുന്ന് ഉള്ള പ്രതീക്ഷകളും നഷ്ടമായി. ദുരന്തത്തിൽ സർവ്വം നഷ്ടപ്പെട്ട ഞങ്ങൾ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടം കൂടി നടത്തേണ്ട അവസ്ഥയിലാണെന്ന് ദുരന്തത്തിനിരയായവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള മീഡിയ.